എല്ല് സംബന്ധമായിട്ടുള്ള ഇഞ്ചുറീസ് നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനോ മനസ്സിലാക്കാണ്ട് ഡയറക്റ്റ്ലി നമ്മൾ ഒരു വൈദ്യൻ്റെ അടുത്തൊക്കെ പോയി തടവുന്ന പിഴിച്ചില് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം റിസ്ക് ഉള്ളൊരു കാര്യമാണ് സാർ? ഓക്കെ, ചിലർക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നവരുണ്ട്. അതെ, നമുക്കതിൽ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ഉള്ളിൽ ഡിസ്ക് കാണുന്നു, ഇത് എത്രയും ബൾജ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള അഡ്വൈസ് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റും. മറ്റവരുടെ ആണെങ്കിൽ അത് വന്ന് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. അവർ കുറേ വർഷങ്ങളായിട്ട് നാളുകളായിട്ട് ഇങ്ങനെയുള്ളവരെ കണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. പക്ഷേ നമ്മുടെ ആണെങ്കിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അപ്പം നമ്മൾ കാണുന്നു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ സയൻറ്റിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ അതാണ് ഇത് ഡിഫറൻസ്. മറ്റേത് വന്ന് എക്സ്പീരിയൻസ് വെച്ച് ഇന്ന പേഷ്യൻ്റ് ഇങ്ങനെ വന്നു, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളും അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്തപ്പം അദ്ദേഹത്തിന് ഉണ്ടായി, നിങ്ങൾക്കും അത് വ്യത്യാസം വരാം. പക്ഷെ അതിൽ ചിലപ്പോൾ മിസ്ഫയർ ആകാനുള്ള പക്ഷേ പല രോഗത്തിനും ഒരേ സെയിം സിംറ്റംസും വന്നേക്കാം. അതുകൊണ്ട് കറക്റ്റ് പറയാനും പറ്റില്ല. അപ്പം എല്ലാത്തിനും എടുത്ത് നമ്മൾ ഒരു ഇത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്ഫയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലാണെങ്കിൽ സയന്റിഫിക് നമുക്ക് പറയാം, ഇത് നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം, ഇതിന് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്, അത്രയേ ഉള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫലിക്കാം, ചിലപ്പം നിങ്ങൾക്ക് ഫലിക്കാതെ വരാം. പക്ഷെ ഇതിന് ഇത് തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അത് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് പ്രോട്ടോകോളാണ്. സോ ദാറ്റ് ഇസ് സയന്റിഫിക് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. ഓക്കെ സാർ. ഇപ്പോൾ നടുവേദന പോലെ തന്നെ വേറെ ഇഷ്യൂ ആണ് കാൽമുട്ട് വേദന. ഒരു പ്രായം കഴിയുന്ന ആൾക്കാരിൽ നമ്മളത് കാണാറുണ്ട്. ചിലർ പറയും ചെറുപ്പകാലത്ത് പരിധിയിൽ കൂടുതൽ ജോലി ചെയ്തതുകൊണ്ടോ ഓടിയത് കൊണ്ടോ നടന്നത് കൊണ്ടോ ഒക്കെയാണ് ഈ തേയ്മാനം അല്ലെന്നുണ്ടെങ്കിൽ ഈ മുട്ടുവേദന പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ചിലർ പറയും അല്ല, ആവശ്യത്തിന് നീ പണിയെടുത്തിട്ടില്ല ആയ കാലത്ത്, അതുകൊണ്ടാണ് വരുന്നതെന്ന് പറയും. ഇതിൽ എന്താണ് സത്യം? ഓക്കെ, ഇപ്പം രണ്ടിലും ഇപ്പം നമുക്കൊരു ത്രാസിൽ തൂക്കിയിട്ടിട്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ഈ രണ്ട് ഐഡിയാസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം സ്പോർട്സ് ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡൻസ് ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോയിൻറ്റിനൊരു ചതവ് പറ്റിയത് കൊണ്ട് ഫ്യൂച്ചറിൽ ഈ ജോയിൻറ്റിന് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരു നോർമൽ നീയെ കമ്പയർ ചെയ്യുമ്പം അതിന് തീർച്ചയായിട്ടും ഒരു റിസ്ക് കൂടുതലാണ്. ബിക്കോസ് മുട്ടിൻ്റെ ആ ഫൈൻ ട്യൂണിങ്, ആ അലൈൻമെൻറ്റ് അതൊക്കെ ഒന്ന് മാറിപ്പോകും. ചിലപ്പം ആ കാർട്ടിലേജ് ഡാമേജ് വരും, അപ്പം തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ജോയിൻസിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മസിൽസ് അത് വന്ന് അധികം ഒരു ഭാഗത്തിന് വരാതിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഫ്യൂച്ചറിൽ ഓവർ യൂസ് വരുമ്പോൾ ആ ജോയിന്റിന് ടേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഇഞ്ചുറീസ് വരും. യൂസ്ഡ് അല്ല. അപ്പം എപ്പോഴും ഈ സറൗണ്ടിങ് മസിൽസ് ആണ് ഈ എന്ത് സ്ട്രെയിൻ വന്നാലും അതാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ഈ മസിൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ജോയിൻസിനെ അത് ബാധിക്കുന്നു. അപ്പം ഈ രണ്ടിനും തീർച്ചയായിട്ടും ഒരു വാലിഡിറ്റി സത്യമുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ചിലർ പറയും സർജറി ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമാണ്, അതായത് മുട്ടുവേദനയുള്ളവർക്ക് ഈ മുട്ട് റീപ്ലേസ്മെന്റ് അത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. ചിലർ പറയും ഇല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ അത് വേണ്ട, അത് ചെയ്തത് അതിനെക്കാട്ടിലും വേദന തിന്ന് ജീവിക്കേണ്ടി വരും ശിഷ്ടകാലം എന്നും പറയുന്നതുണ്ട്. സോ ഏതായിരിക്കും അതിന് പറ്റിയൊരു കാര്യം? ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 17-18 ഇയേഴ്സായിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇന്നും ഒരു രോഗി എന്നോട് ചോദിച്ചു അത് സക്സസ്ഫുൾ ആണോ? ഞാൻ പറഞ്ഞു അത് സക്സസ്ഫുൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അത് നിർത്തിയേനെ. ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ നമ്മൾ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്നു, ഭിത്തിയെ പിടിച്ച് നടക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം റോഡിൽ കൂടെ നടക്കുമ്പോഴും മുട്ട് വളഞ്ഞ് ആടി ഇത്രയും പ്രയാസപ്പെട്ട് നടക്കുന്നവർ. അപ്പോൾ എനിക്കറിയാം ഇവർക്ക് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, മുട്ടിൻ്റെ വളവ് നികന്നു വരും. എന്നാൽ 100% കിട്ടുമോ എന്ന്, ദൈവം തന്ന മുട്ടിന് തുല്യമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആർട്ടിഫിഷ്യൽ നീ ആണ്. പിന്നെ ഓൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ 20% ഓഫ് ഓൾ റീപ്ലേസ് നീസ് 100-ൽ 20 പേർക്ക് എപ്പോഴും ഒരു ചെറിയ ഡിസാറ്റിസ്ഫാക്ഷൻ കാണും. പക്ഷേ എന്നാൽ അവർ മറന്നു പോകും, അവര് ആദ്യത്തെ അവസ്ഥയെല്ലാം മറന്നു പോകും. എങ്ങനെ എത്ര വേദന അനുഭവിച്ച് നടന്ന ഒരു വ്യക്തിക്ക് അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ
ടോട്ടലി ഒരു പെയിൻ ഫ്രീ നീ ആണ് എനിക്ക് വേണ്ടത്. അതൊരു 60-70 വയസ്സിലാണ് അവർക്ക് ചിന്തിക്കുന്നത് എനിക്ക് പെയിൻ ഫ്രീ നീ വേണം. പക്ഷെ അത് 100% ചിലവർക്ക് കിട്ടാറില്ല. ഏതൊരു പ്രായം വരെ ഇത് പോസിബിൾ ആണ് ഈ ഒരു സർജറി? ഓക്കെ, എൻ്റെ ലേറ്റസ്റ്റ് 85-year-old ഒരു ആൾക്ക് ഞാൻ നീ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏജ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഇപ്പം ഒരു 60 വയസ്സ് ഉള്ള വ്യക്തി ചിലപ്പോൾ 80 വയസ്സ് വ്യക്തിയെ പോലെ ജീവിച്ചു പോകാം. അല്ലെങ്കിൽ ഒരു 80 വയസ്സുള്ള വ്യക്തി 85, ഞാൻ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തി 85 വയസ്സ്, പക്ഷേ പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 65 വയസ്സിൻ്റെ ആളുടെ ഒരു ഇതാണ്. സോ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അപ്പം അവരുടെ ഫിസിയോളജിക്കൽ ഏജ് ആണെന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഏജ് ഉണ്ട്. ക്രോണോളജി എന്ന് പറയുമ്പോൾ നമ്പറാണ്. ഫിസിയോളജി എന്ന് പറയുമ്പോൾ അവരുടെ ഫങ്ഷണൽ ഏജാണ്. ഒരു വ്യക്തി 80 വയസ്സ് പക്ഷേ നല്ല ഓടി നടക്കുന്നു, മുട്ടുവേദന, ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർ വിചാരിക്കും ഞാനൊരു 5 വർഷം അന്ന് ജീവിച്ചിരിക്കാം, പക്ഷെ 5 വർഷം ഒരു പെയിൻ ഫ്രീ ആയിട്ട് അവർക്ക് ജീവിച്ചു പോകാം. അതെ. ഇപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, സാർ പലതരത്തിലുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി മിസ്കൺസെപ്റ്റ്സുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ആ ഒരു രോഗാവസ്ഥയെ പറ്റി അവെയറുമായിരിക്കും, അല്ലാത്തവരും ഉണ്ടാവും. സോ അതിനടുത്ത് ഇപ്പോൾ ഞാൻ ഒരു രസകരമായിട്ടൊരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ സാർ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരു രോഗിയോട്, ഒരു 70 വയസ്സായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് തീർച്ചയായിട്ടും മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് ജീവിച്ചു പോകാം. പക്ഷെ അദ്ദേഹം ആ സമയത്ത് അത് ഉൾക്കൊണ്ടില്ല. അപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും മുട്ട് മാറ്റി വയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർഡിയോളജി എല്ലാം, ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം, ഫിറ്റ്നസ് സ്റ്റഡി നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ഇരിക്കുന്നത്, ജനറൽ കണ്ടീഷൻ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കണ്ണുനീരോടുകൂടിയാണ് പോയത്. അദ്ദേഹം വിചാരിച്ചു ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 18-20 വർഷം വരെയും വരുന്ന മുട്ടാണ്, 20-25 വർഷം വരെയും വരുന്ന മുട്ടാണ് അദ്ദേഹം. പക്ഷേ ഹി വെന്റ് ആസ് എ പേഴ്സൺ ഹു വാസ് ലോസ്റ്റ്.